പ്രസവം കഴിഞ്ഞ 6 മാസം കൊണ്ട് പ്രഗ്നൻസിക്ക് മുമ്പുള്ള വെയിറ്റിലേക്ക് തിരിച്ചെത്തണോ? ഇത് എങ്ങനെ നടക്കുന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ട് 10-15 കിലോ കൂടിയവരായിരിക്കും എന്ന് മാത്രം. നിങ്ങൾക്ക് കുറയ്ക്കാം, പക്ഷെ എക്സ്ട്രാ എഫേർട്ട് വേണം. ഞാൻ ഇനി പറയാൻ പോകുന്നത് ഈ ഡൗട്ടേ ഇല്ലാത്തവരോടാണ്. കാരണം ഇത് പ്രസവം കഴിഞ്ഞ് ആലോചിക്കേണ്ട കാര്യമല്ല, മറിച്ച് പ്രഗ്നന്റ് ആവുമ്പോൾ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഇത് നടക്കും. ടിപ്സ് ഇതൊക്കെയാണ്. പ്രഗ്നന്റ് ആവാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. 1. പ്രഗ്നൻസിയുടെ തുടക്കത്തിലുള്ള വെയിറ്റ് നോട്ട് ചെയ്യാം. പ്രായത്തിനനുസരിച്ചൊരു വെയിറ്റേ ഇല്ല, ഹൈറ്റിനനുസരിച്ച് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ BMI നോക്കി നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണോ, ഒബീസ് ആണോ, നോർമൽ വെയിറ്റ് ആണോ എന്ന് മനസ്സിലാക്കി പ്രഗ്നൻസിയിൽ നിങ്ങൾക്കും കുഞ്ഞിനും വേണ്ട നോർമൽ വെയിറ്റ് ഗെയിൻ മാത്രമേ കൂടുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്ത് വരുന്ന 90% ഓവർ വെയിറ്റ് ആണ്. അവർക്ക് മാക്സിമം പ്രഗ്നൻസിയിൽ കൂടേണ്ടത് 12 കിലോ വരെ മാത്രമാണ്. ഈ വെയിറ്റ് ഗെയിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് തന്നെ 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പേ വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ ബിവെയർ. പ്രഗ്നൻസി ഡയറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ് എടുക്കാന്നാണ്. അല്ലാതെ 2 പേർക്ക് വേണ്ടി തീറ്റിക്കലും ഗർഭിണിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കലും അല്ല. പ്രോസസ്ഡ് ഫുഡ്, സ്വീറ്റ്സ്, ഫ്രൈസ്, ജ്യൂസസ്, ബേക്കറീസ് ഇതൊക്കെ ഒഴിവാക്കുക. ഒബീസ് ആയിട്ടുള്ളവർ ഒരു ഡയറ്റീഷ്യന്റെ സേവനം തേടും. 3. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ബി ആക്റ്റീവ് ഇൻ പ്രഗ്നൻസി. പ്രഗ്നൻസി ഒരിക്കലും ഒരു റെസ്റ്റിംഗ് ഫേസ് അല്ല. എന്തെങ്കിലും പ്രോബ്ലം കാരണം നിങ്ങളുടെ ഡോക്ടർ തന്നെ റെസ്റ്റ് നിർദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എക്സസൈസ് ഒരു ശീലമാക്കണം. അത് എങ്ങനെയെന്നും ഏതൊക്കെയൊന്നും അറിയാൻ എൻ്റെ പ്രൊഫൈൽ ഹൈലൈറ്റ്സിലെ എക്സസൈസ് ഫോൾഡേഴ്സ് ചെക്ക് ചെയ്താൽ മതി. ഇനി 4, എല്ലാവരും മിസ് ചെയ്യുന്ന കാര്യം, ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ വെയിറ്റ് ചെക്ക് ചെയ്ത് നോട്ട് ചെയ്തിരിക്കണം. കുഞ്ഞും ഗ്ലാസിൻ്റെയും വെള്ളമൊക്കെ പുറത്തു വന്ന് യൂട്രസും ചുരുങ്ങിയില്ലേ? നിങ്ങളുടെ പ്രസവ സമയത്തേക്കാൾ ഒരു 5-6 കിലോ കുറവായിരിക്കും. ഈ വെയിറ്റിൽ നിന്നാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നിന്നും കൂടാൻ പോവാണേ എന്നത് വേണ്ടതല്ല. 5. അനാവശ്യം പ്രസവ രക്ഷ ഒഴിവാക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം മതി. അമ്മയുടെ ഭക്ഷണത്തിന്റെ അളവ് കൂടിയിട്ടല്ല കുഞ്ഞിന് പാലുണ്ടാവുന്നത്, മറിച്ച് പാലുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻ, കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഡയറ്റ് ആകുമ്പോഴാണ്. വെറും 300 കിലോ കാലറിയാണ് എക്സ്ട്രാ വേണ്ടത്. കുഞ്ഞിന് പാലുണ്ടാവാനായിട്ട് നോർമൽ വെയിറ്റിലുള്ള ഒരു അമ്മയും തടി വെക്കേണ്ട ആവശ്യമില്ല. മലയാളികളല്ലാത്ത ആരും ഈ ചോറും കഞ്ഞിയും കുടിച്ചിട്ടല്ല പാലുണ്ടായത് എന്നും കൂടി ഓർക്കുക. 6 ആൻഡ് ലാസ്റ്റ്, 6 ആഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ പോയ മസിൽ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ, വണ്ണം കുറയ്ക്കാനും ബാക്ക് പെയിൻ അകറ്റാൻ എല്ലാത്തിനുമായിട്ട് സ്ട്രെങ്തനിങ് ആൻഡ് സ്ട്രെച്ചിങ് എക്സസൈസസ് ചെയ്യുക. ഇത്രയും പോരാ, ധാരാളം വെള്ളം കുടിക്കുക. ബുദ്ധിമുട്ടാണെങ്കിലും ഡെയിലി 6-7 മണിക്കൂർ കുഞ്ഞ് ഉറങ്ങുമ്പോഴെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. സ്ട്രെസ് ഒഴിവാക്കുക. മെയിൻലി ഇതും പറഞ്ഞു വരുന്ന ബന്ധുക്കളെ. ബി പോസിറ്റീവ്. ഇത്രയും നോക്കിയാൽ കുഞ്ഞിന് 6 മാസം ആവുമ്പോൾ നിങ്ങൾ പ്രഗ്നൻസിക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ എൻ്റെ ഗ്യാരണ്ടി. നോക്കല്ലേ.